അമ്മ പറഞ്ഞു വന്നത് മുതല് കരച്ചിലാണെന്ന്. എന്തിനാ കരയണത്? രാധയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനഃപൂർവ്വം ഒന്നുമല്ല. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. രാധിക എന്ന് പേര് വിളിക്കുന്നത് കേട്ടപ്പോ അബദ്ധം പറ്റിയത് ഒരു ഭാഗ്യായി എന്നാണ് എല്ലാരും പറയണത്. താലികെട്ട് കഴിഞ്ഞപ്പോ ഉള്ള ബഹളത്തിൽ എല്ലാരും പറയണത് കേട്ടു, കെട്ടിയത് അഴിക്കേണ്ടി വരുന്ന. സാധാരണ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുന്നല്ലാതെ വല്ലാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു, മാറ്റാൻ ഇടവരുത്തല്ലേ എന്ന്. അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടായി. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ കല്യാണമേ? എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നാണാവുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? കല്യാണത്തിന് മുമ്പ് കുടുംബം നോക്കണമെന്ന് പറയുന്നത് ഇതാ. ഏതായാലും വലിയ കഷ്ടമായി പോയി. ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ. മകന് കമ്പി അടിച്ചോ രാമനായരെ? കമ്പി അടിക്കാൻ വിടാനേ ചത്തോ? ഒന്ന് ക്ഷമിക്കണോ നായരെ? ക്ഷമിക്കേ? കൊല്ലും ഞാൻ, അരിഞ്ഞു കൊല്ലും ഞാൻ. ആൾക്കാർ എന്റെ മുഖത്ത് നോക്കിയാ കുഞ്ഞിനെ കുത്തി കാണിക്കുന്നേ. വിടില്ല ഞാൻ. എന്റെ മോൻ ശ്രീധരൻ ഒന്നും കൊണ്ട് വന്നോട്ടെ. ഇയാക്കെന്താ ബട്ടു? അവള് നിന്നോട് വല്ലതും പറഞ്ഞോ? പെണ്ണ് മാറിപ്പോയതിനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കായിരുന്നു രണ്ടുപേരും കൂടി. നീ ഒരു കാര്യം ചെയ്, വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. ഞാൻ ഒരാഴ്ചത്തെ ലീവാ. അത് സാരമില്ല, ഇന്ന് വിശേഷിച്ചൊന്നുമില്ലല്ലോ. മോൻ ഓഫീസിലേക്ക് പുറപ്പെടെ. അമ്മേ ദാ വരുന്നു. ചേച്ചി ചായ വേണ്ട. ഇന്നലെ മുതൽ നീ ജലപാനം കഴിച്ചിട്ടില്ല. ദാ ഈ ചായയെങ്കിലും കുടിക്കുമോളെ. എന്നെ ഒന്ന് വെറുതെ വിടൂ, എനിക്കൊന്നും വേണ്ട. മോളെ, ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവരണമെന്ന് മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും അവൻ പാവാ, സ്നേഹമുള്ളവനാ. നിന്നെ ഗുണദോഷിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യണം പറയൂ? അറിയാതെ കൈവന്ന ഈ ഭാഗ്യത്തില് ഞാൻ സന്തോഷിക്കണോ? കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ. അച്ഛൻ പറഞ്ഞതേ ഞാൻ ഇന്ന് വരെ അനുസരിച്ചിട്ടുള്ളൂ. അനുസരണ ഉള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ എങ്ങനെ. മോളെ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്.
നമസ്കാരം. മോളെ ദാ അച്ഛൻ വന്നിരിക്കുന്നു. അകത്തേക്ക് വരാം. ഇരിക്കണം. ഇരിക്കാം. ഞാൻ കാപ്പി എടുക്കട്ടെ? മോളെ, നീ കരഞ്ഞ അച്ഛന് സമാനം ഉണ്ടാവൂ. എന്തിനാ വിഷമിക്കുന്നേ? അച്ഛനില്ല നിനക്ക്? എനിക്ക് വയ്യ അച്ഛാ. അങ്ങനെ പറയരുത് മോളെ. മോഹിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. മോളിലൊരാളുണ്ട്. അവിടുത്തെ നിശ്ചയം സന്തോഷമായിട്ട് സ്വീകരിക്കുക. എനിക്ക് കഴിയുന്നില്ല അച്ഛാ. ഞാൻ എന്താ ചെയ്യാ? മോക്ക് അച്ഛൻ്റെ കൂടെ വരണമെന്നുണ്ടോ? ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. അവൾക്കിവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ രാധിക 2 ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ട് സമാധാനം കിട്ടിക്കോട്ടെ. മറ്റൊന്നും തോന്നരുത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അവളുടെ സന്തോഷത്തിന് ഇവിടെ ആരും എതിരല്ല. കണ്ണൻ അവനോട് ഞാൻ പറഞ്ഞോളാം. രാധിക കൂടെ പോന്നോട്ടെ. എന്നാ മോളൊരുങ്ങ, വൈകണ്ട. ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹത്തിൽ പെണ്ണ് മാറി. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ 300ഓളം വിവാഹങ്ങൾ നടന്നതിനിടയിൽ മേലേടത്തെ PKR മേനോന്റെ മകൾ രാധികയുടെ കഴുത്തിൽ ചൂരക്കാട്ടെ വീട്ടിൽ പാർവതി അമ്മയുടെ മകൻ കണ്ണൻ ചാടിക്കേറി താലി കെട്ടിയത് വിവാദമായി. രാധികയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വരൻ KK രാഗേഷ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും താലി കെട്ടിയ കണ്ണൻ PWD ഓഫീസ് പ്യൂണുമാണ്. കേട്ടില്ലേ? പ്യൂണ്. ബില്ല് ഒന്ന് പോടോർന്ന്. തന്റെ ഒരു ബില്ല് ആനക്കാര്യത്തിനടക്ക ചേനക്കാര്യം. എന്നാലും കഷ്ടമായി പോയി. എന്ത് കഷ്ടമായിന്ന്? ബമ്പർ അടിച്ചിരിക്കുകയല്ലേ കണ്ണൻ? അതല്ലോ പറഞ്ഞത്. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആ ആലപ്പുഴയിലെ മിമിക്രി പ്രോഗ്രാമിന് പോയത് തന്നെ അബദ്ധമായി പോയി. കാശും കിട്ടിയില്ല. ഇങ്ങനെ ഒരു സീൻ കാശ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റുമോ? സാർ കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുക. അതൊരു പണി കുറച്ചേരം എഴുന്നേറ്റ് നിൽക്ക്. അല്ല, ആരൊക്കെ ഇവിടുന്ന് കല്യാണ പരിപാടിക്ക് പോയത്? പോയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അടുക്കാൻ കഴിയണ്ടേ? തിക്കി തിരക്കി അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ വഴക്കാ. എന്നാലും കണ്ണന്റെ പെണ്ണിനെ കണ്ടുട്ടോ. ആഹാ, എങ്ങനെയുണ്ട്? മോഹൻലാലോ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ല മാച്ചാ. അപ്പൊ എനിക്കും മാച്ചായിരിക്കും. ഈ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞ പോലെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? അയ്യടാ മോഹൻലാൽ, എന്തിനാ സൂതകുമാരാ നീ വെള്ളവർക്കുന്നത്? നാമക്കൊരങ്ങൻ. ഒരുമാതിരി വർത്താനം പറഞ്ഞല്ലോ. എന്താ എനിക്ക് പെണ്ണിട്ടഞ്ഞിട്ടാണോ? എടോ, താൻ ആ പാവത്തിനെ കുരുതി കൊടുത്തില്ലടോ. സാറേ, കൗണ്ടറിലോട്ട് എന്ന് രാമകൃഷ്ണൻ കണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്താടോ ഒരു ചൊറിച്ചില്? ചൊറിച്ചിലല്ല, പറച്ചില്. വലിയ കാരണവരെ പോലെ പെണ്ണ് കാണലും കല്യാണം നടത്തിക്കലും എന്തായിരുന്നു ഒരു വിലസില്. അവസാനം എല്ലാം കൂടെ കളിക്കൊണ്ട് കൈ കൊടുത്തില്ലേ? കളിക്കാൽ എന്താ തിമിങ്ങല വല്ലേ പൊന്തിയത്? ഇപ്പോഴാ കണ്ണൻ ഒരു ഗ്രിപ്പായത്. 50 പവൻ, ബാങ്കിലൊരു ഉദ്യോഗം, ലക്ഷക്കണക്കിന് സ്വത്ത്. കച്ചറപ്പെണ്ണല്ല, താഴിക കുടം പോലൊരു പെണ്ണ്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടയാ കിട്ടിയത്, ഉണ്ട. എന്തൊക്കെയായാലും കണ്ണന്റെ കൂടെ അവള് നിൽക്കൂല, ഉറപ്പാ. അവള് എന്നാലും എന്റെ സാറേ, ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. എന്താ ദേ സുലോനാമേ, ഈ കഴുത്തി കിടക്കുന്നത് ആണുങ്ങളിട്ട ഊരാ കൊടുക്ക. അനങ്ങില്ല, അവിടെ നിൽക്കും. ചിലതുങ്ങൾ പിടയ്ക്കും, ചിലതുങ്ങൾ അമറും. പിടുത്തം മുറുകിയിട്ടുണ്ടെങ്കിൽ അനങ്ങില്ല സുലോചനെ, അല്ലേ? ഓ ചില പെണ്ണുങ്ങളെ കുടുക്കിട്ട ആണുങ്ങളെ വലിച്ചോണ്ട് ഓടും. മൂക്കും കുത്തി വീഴുമ്പോഴറിയാം പെണ്ണുങ്ങളുടെ മിടുക്ക്. ഈ വിഡ്ഢിയാൻ താലി കെട്ടിയെന്ന് വെച്ചിട്ട് അവൾ അതിനേക്കാൾ വലിയ വിഡ്ഢി. ഇതിന് സമ്മതിച്ചല്ലോ. മതി, ടൈപ്പ് ചെയ്. ആഹാ, ഇതാര്?
പുതുമണവാളം വന്നല്ലോ. വാ 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 ഇരിക്ക്, ചോദിക്കട്ടെ. എന്താ കണ്ണ ലീവായിട്ട് ഓഫീസിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ അവിടെ നോ വേക്കൻസി അല്ലേ കണ്ണ. എനിക്ക് വരാൻ പറ്റിയില്ല. എങ്ങനെയാ കണ്ണ മാറിയത്? മാറിപ്പോയെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നാട്ടുകാരെ കബളിപ്പിച്ച് ഞങ്ങൾ ഒന്നായി. എന്താ വല്ലതും ചെയ്യാനുണ്ടോ?